സാർ മത്സരിക്കുന്നുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സംസ്ഥാന സെക്രട്ടറി പരിഹാസ രൂപേണയാണ് മറുപടി നൽകിയത്. കോടിയേരി ബാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ നേതൃത്വത്തിൽ ഇല്ല എന്നുള്ള വിമർശനമുണ്ടോ? പാർട്ടി ചേർത്ത് പിടിച്ചില്ല പലപ്പോഴും എന്ന ആക്ഷേപമുണ്ടോ? കോടിയേരിയെ പോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല എന്നുള്ള വിമർശനമുണ്ടോ? കോടിയേരി ബാലകൃഷ്ണൻ എല്ലാത്തിൻ്റെയും അവസാനം ഒറ്റമൂലിയാണ് എൻ്റെ അനുഭവത്തിലാണ്. അദ്ദേഹം ഒരു നല്ല സഹായമായിരുന്നു. അദ്ദേഹം അവിടെ കോളേജ് യൂണിറ്റ് സെക്രട്ടറി ആയിരിക്കും, ഞാൻ സംസ്ഥാന സെക്രട്ടറിയായി. അവിടെ പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ MA പാസ്സായി പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടാണ് മാഹി ജവഹർലാൽ നെഹ്റു കോളേജിൽ അദ്ദേഹം യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള കോളേജ് യൂണിറ്റ് ഉൾക്കാനം ചെയ്യാൻ പോകുന്നത്. ഇന്നിപ്പോൾ ഇവിടെ കൂടുതലായിട്ട് കഴിയില്ല. കോടിയേരി ബാലകൃഷ്ണൻ ഒന്നും ഇവിടെ പ്രശ്നമില്ല. അങ്ങേപോലെ മുതിർന്ന ഒരു നേതാവിനെ ഗോവിന്ദൻ മാഷ് അപമാനിക്കില്ലായിരുന്നോ? പാർട്ടി സീറ്റുണ്ടായപ്പോഴേ ഞാൻ സ്വതന്ത്രണ്ടാവും. ഇത് ചോദ്യമായിരുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഒരു പരാതി കൊടുത്തിട്ടില്ല. ഇല്ല, എല്ലാം ഞാനിവിടെ ഡീൽ ചെയ്യും, എല്ലാം പരിഹരിക്കും. എനിക്ക് പരിഹരിക്കാൻ അറിയാമായിരുന്നു. ഒരു പരാതി പോലും 63 ഇയേഴ്സിനുള്ളിൽ ഒരു പാർട്ടി കമ്മിറ്റിക്കും സ്റ്റേറ്റ് കമ്മിറ്റിക്കും ഞാൻ പരാതി കൊടുത്തിട്ടില്ല. അവർക്കറിയാലോ. അതെ മാഡം, ഇതെല്ലാം അവർക്കറിയാം. അറിയാതെ പിന്നെ എങ്ങനെ അവരറിയാതിരിക്കുന്നത്? അവരിവിടുത്തെ കേരളത്തിലെ മുഴുവൻ സ്പന്ദനങ്ങളും അറിയുന്ന ആളുകളല്ലേ. ബോധമുള്ളപ്പോഴാണോ അവഗണിക്കാതിരിക്കാനില്ല. സാർ, എങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെട്ടില്ല? മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരാളാണ്. താങ്കളെപ്പോലുള്ള ആളെ 5 വർഷക്കാലമായി തഴഞ്ഞിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെട്ടില്ല? ഇടപെടണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടേ ഇല്ല. അതാണ് മനസ്സിലായത്. ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ സ്വതന്ത്രമായി മത്സരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞല്ലേ. ഓരോരുത്തർ ശരി, അന്നത്തെ കുറെ ഗുണ്ടാ പിള്ളേരല്ല ആ പാർട്ടിയിലൊക്കെ. പക്ഷേ LSSന്റെ ആ പ്രദേശത്തെ കുറെ നയപ്രമാണമാർന്ന മക്കളാണ് മുമ്പന്തേലും ഉണ്ടായിരുന്നത്. ഒരുത്തൻ ഇപ്പോഴും സമുദായ നേതാവാണ്. മനസ്സിലായോ? അവരാരും ഒരു പ്രസ്ഥാനത്തിന് രൂപയില്ല, രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, പശ്ചിമ ബംഗാളിൽ 1400 പേരെയാണ് കൊണ്ടത്. CPMന്റെ 1400 അർത്ഥ ഫാസിസ്റ്റ് ഭീകരവാഴ്ച ഞങ്ങൾ വിളിച്ചത് സിദ്ധാർത്ഥ ശങ്കരയുടെ കാലത്ത്. CPM കോൺഗ്രസും കൂടെ ഐക്യമായിരുന്നു കഴിഞ്ഞ ഇലക്ഷനിലൂടെ മമതയെ നേരിടാൻ. നമുക്കൊന്നും കിട്ടിയില്ല, അവർക്ക് 2 സീറ്റ്. ഇത്തവണ ഐക്യമാണ്, ത്രിപുരയിൽ ഐക്യമായിരുന്നു. അതൊക്കെ രാഷ്ട്രീയമായ നിലപാടുകളാണ്. കാലം മാറി. കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുന്നില്ല. എന്നർത്ഥമല്ല, എന്നല്ല. അവിടെ കോൺഗ്രസും CPM തമ്മിൽ ഐക്യത്തിലാണെന്ന് ഞാൻ പറയുകയാണ്. ഇല്ല, കോൺഗ്രസ് സപ്പോർട്ടൊന്നും എനിക്ക് എഴുതി തന്നിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ കാര്യം ഇപ്പൊ എനിക്ക് പറയേണ്ട കാര്യമാണ്. സപ്പോർട്ട് പറയട്ടെ. സർക്കാരിനെ വിമർശിക്കില്ല എന്നൊക്കെ പറഞ്ഞ പ്രചരണത്തിൽ അപ്പൊ സാർ ഇപ്പോൾ മത്സരിക്കുന്നത് തീർത്തും ഒരു വ്യക്തിപരമായ കാരണങ്ങളാലാണ് എന്നുള്ള ഒരു വിമർശനം വന്നാൽ എന്തായിരിക്കും സാറിന്റെ അഭിപ്രായം? സാറ് പറഞ്ഞു പാർട്ടിയെ വിമർശിക്കില്ല. അങ്ങനെ വിമർശനം വേണ്ട കാര്യം അതാണ് ഞാൻ വിശദീകരിച്ചത്. സാറ് വീണ്ടും മത്സരിക്കുമ്പോൾ സാറ് തന്നെ പറഞ്ഞു. ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞല്ലോ. ആര് പറഞ്ഞ? മണി നമ്മുടെ ഇടുക്കിയിലെ ഷൂ. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങേർക്ക് എന്തിന്റെ സുഖേടാ? ഈ ആലപ്പുഴയിലെ ഒരു കാര്യത്തിൽ അവിടെ ഇരുന്ന് വർത്താനം പറയട്ടെ. എന്ത് കാര്യത്തിലാണ് ഇവരെന്തിനാ ഞാൻ അഭിപ്രായം പറയുന്നത്? ഇവരെ ആര് ചുമതലപ്പെടുത്തി? ഇതിന് മറുപടി പറ. മണി ഒരു സീനിയറായ നേതാവ്, അവിടെ ഞങ്ങൾ ഒരുമിച്ച് മന്ത്രിസഭ വരുന്നത് അല്ലേ? മണി എന്തിനാ അതിനകത്ത് അവിടെ ഇരുന്നുകൊണ്ട് അഭിപ്രായം പറയുന്നത്? ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഇത്തരം അഭിപ്രായങ്ങളെ പറ്റി മണി എല്ലാവരെ പറ്റി പറയുമല്ലോ. അങ്ങനെ മണി പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും ജനത്തിന് സ്വാധീനം അപ്പം അത് വിട്ടാതിരിക്കുക.
ലീഡർഷിപ്പിലുള്ളതിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും സീനിയറായിട്ടുള്ള സാറാണ്. അങ്ങനെ ഒരു ആളിനോട് പലതവണ ആളുകൾ സംസാരിച്ചു, MLB അടക്കമുള്ള ആളുകൾ. ഇതൊക്കെ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇത് ചോദ്യമല്ല, ഞാൻ പറഞ്ഞല്ലോ ബേബിയായിട്ട് സംസാരിച്ചത്. ഇന്നലെ സംസാരിച്ചത് ഞാൻ പറഞ്ഞല്ലോ. അവരെല്ലാം വന്നു എന്നെല്ലാം ഞാൻ പറഞ്ഞില്ലേ. ചേട്ടാ, അവര് പറഞ്ഞതുകൊണ്ടല്ലോ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായത്. അവരുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ടല്ലോ. ഞാൻ പറഞ്ഞത് തന്നെ ഉറച്ചിരിക്കല്ലോ. നിങ്ങൾ ഓരോ ചോദ്യം ചോദിച്ചോളൂ. ആലപ്പുഴയിൽ പാർട്ടിക്ക് മെറിറ്റ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മത്സരത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് പുതുക്കാത്തെന്നുള്ള നിലപാടുണ്ടോ? ഞാൻ പുതുക്കാത്തതിന്റെ കാര്യവും പറഞ്ഞു കഴിഞ്ഞു. വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു.